ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ ബന്നൊക്കെ ഉണ്ടാക്കുന്നത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടല്ലേ എടുക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ബന്ന ഉണ്ടാക്കുന്നത് ഓവനൊന്നും ആവശ്യമൊന്നുമില്ല, ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടാണ് ബന്ന റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. ഇതേപോലെ ബന്ന റെഡി ആക്കിയിട്ട് എടുത്താലും കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. റെഡി ആക്കിയിട്ട് എടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള ബന്നെല്ലാം ഉണ്ടാക്കുന്നത്. ഉള്ളിൽ തേങ്ങ വെച്ചിട്ട് നമ്മൾ കോക്കനട്ട് ബന്ന കഴിക്കില്ലേ, ആ ബന്നാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കരിഞ്ചീരകം വെച്ചിട്ട് എള്ളുണ്ടയുടെ പോലത്തെ ഒരു ഉണ്ടയുടെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കാം. നിങ്ങളുടെ അടുത്ത് കരിഞ്ചീരകം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇവിടെ ഞങ്ങൾ കുറേ ദിവസം എത്തിയിട്ട് 4 ആഴ്ചയിലേക്ക് അടുത്ത് ആയിട്ടുണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കടയിലല്ല കേട്ടോ പോയത്, ഇവിടെ അടുത്തുള്ള ഒരു കടയിലാണ് പോയത്. അപ്പോൾ ഇന്ത്യൻ പച്ചക്കറികൾ അങ്ങനെ സാധനങ്ങളൊന്നും കിട്ടിയൊന്നുമില്ല, ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടി. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ഗ്ലൗസും മാസ്കൊക്കെ. അപ്പോൾ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയും മുഖമൊന്നും അങ്ങോട്ടൊന്നും കാണാനൊന്നും പറ്റുന്നുണ്ടായില്ല. അങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോ പോലെയാണ്. ഇതിപ്പോൾ കുറേ നാളായല്ലോ ഇങ്ങനെ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ എന്നാ തീരാന്നൊന്നും നമുക്കറിയില്ലല്ലോ. പെട്ടെന്നെല്ലാം ശരിയായിട്ട് വരുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ നമുക്ക് ഒട്ടും സമയങ്ങൾ തന്നെ നമ്മുടെ ബന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയായിട്ട് എടുക്കുന്നത്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പാല് വേണം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പാലിന് എടുത്തേക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പാലെടുക്കുക. പാല് ഒരു ഇളം ചൂടുള്ള പാലിന് എടുത്തേക്കുന്നത്, നല്ല ചൂട് പാടില്ല. കാരണം ഇതിലേക്ക് നമുക്ക് ഇനി ഈസ്റ്റും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ചൂടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈസ്റ്റ് നമ്മൾ മൈദപ്പൊടിയിൽ ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. ഒരു ഇളം ചൂട് മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിവിടെ ടീസ്പൂണിലാണ് ഈസ്റ്റ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇത് 3 കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര ഞാനിവിടെ ടേബിൾ സ്പൂണിലും ഈസ്റ്റ് ടീസ്പൂണിലാണ് ചേർത്തേക്കുന്നത്. ടീസ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറുത്, ടേബിൾ സ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സ്പൂണില്ലേ നമ്മൾ കഞ്ഞി കുടിക്കാൻ എടുക്കുന്ന സ്പൂൺ, ആ സ്പൂൺ. ഈസ്റ്റ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മൈദയുടെ മിക്സിലേക്ക് ചേർക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു 2 നുള്ളു ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാല് ഈസ്റ്റിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കറക്റ്റ് അളവിൽ എടുത്തോ. കാരണം നമ്മൾ മൈദപ്പൊടിയിലേക്ക് പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മളൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം കുറവ് പോലെ തോന്നിയിട്ട് രണ്ടാമത് നമ്മൾ പാല് ചേർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മൈദ ആകെയാണ്ട് ഒരു പശ പിടിച്ചിട്ട് പിന്നെ നമുക്കതുകൊണ്ട് കുഴച്ചിട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മുടെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിലും കൂടിയിട്ട് ചേർക്കണം. ഫസ്റ്റ് നമുക്ക് ഈ പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. കറക്റ്റ് അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഒറ്റ ട്രിപ്പിൽ തന്നെ അങ്ങോട്ട് ചേർത്തോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ ഒരു മിക്സിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ പോലെ അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടല്ല കേട്ടോ ഇരിക്കുക, കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. എങ്ങാനും നമ്മൾ എടുക്കുന്ന പാലെങ്ങാനും കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മളൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് പാലോ അല്ലെങ്കിൽ പൊടിയോ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും അങ്ങോട്ട് ആ സോഫ്റ്റായിട്ട് നമുക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ മൈദയായിട്ട് ഭയങ്കര പശ വന്നിട്ട് ഒരു അട പോലെ ആയിപ്പോവും. ഇതിങ്ങനെ കുഴച്ചിട്ട് എടുക്കുമ്പോൾ നോക്കി നമ്മുടെ കൈമ പിടിക്കും, പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. ആ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് എടുക്കേണ്ടത്. ചപ്പാത്തിയുടെ പോലെ ഭയങ്കര ടൈറ്റായിട്ടല്ല എടുക്കേണ്ടത്. ഇത് നമ്മുടെ കൈമ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ കൈ ഒന്ന് കഴിയിട്ട് പറ്റും കേട്ടോ. എനിക്കിങ്ങനെ കൈമ പിടിച്ചിട്ട് പിന്നെ അത് കുഴച്ചിട്ട് എടുക്കുമ്പോൾ ഇഷ്ടമില്ല. അപ്പോൾ നമ്മളൊന്ന് കൈ കഴിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൈമ അങ്ങനെ പിടിക്കില്ല. അപ്പോൾ കൈ കഴിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ചേർക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അത് നമ്മുടെ കൈമ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഇത്രയ്ക്ക് അളവൊന്നുമില്ല, ഒരു ഏകദേശം അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഒന്ന് കൈ കഴുകുക. അത് എന്ത് പൊടി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കൈമ പിടിക്കില്ല. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനായിരുന്നാലും ഒരു സുഖം ഉണ്ടാവും. അല്ലെങ്കിൽ കൈമ ആകെ അങ്ങോട്ട് പിടിച്ചിട്ട് പിന്നെ നമുക്ക് കുഴയ്ക്കാൻ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം.
ഇനി അത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചിട്ടെടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫസ്റ്റ് ഇങ്ങനെ പരത്താം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് മടക്കാം. അങ്ങനെയാണ് ഈ പൊടി നമ്മൾ കുഴച്ചിട്ടെടുക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് പരത്താം. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ നമ്മുടെ മിക്സിങ് നല്ല സോഫ്റ്റായിട്ട് വരും. ഈ മാവ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ. നല്ല ചൂടുള്ള സ്ഥലത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ മതിയാവും. അപ്പം ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും. അതാ നോക്കിയേ, നമ്മുടെ മാവ് ഇപ്പം നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ വരണം കേട്ടോ. വന്നാൽ മാത്രമേ നമ്മുടെ ബന്ന് ലാസ്റ്റ് റെഡി ആയി കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനി നമ്മുടെ മാവ് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. നോക്കിയത് ഇത്രയ്ക്ക് തേങ്ങയാണ് എടുത്തേക്കുന്നത്. കാരണം ഇതിലേക്ക് നമ്മൾ ചേർക്കണ ഒന്നിനും കറക്റ്റ് അളവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയ്ക്ക് അളവെന്ന് പറയാനുള്ള. കാരണം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കും, പിന്നെ ഏലക്കായ ഒക്കെ ചേർക്കും. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടൊക്കെ ചേർക്കാം. അപ്പോൾ അത് ഇത്രയ്ക്ക് തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ തേങ്ങ കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല, ബാക്കി വരുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ നോക്കിയേ, ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടിയിട്ട് ചേർക്കുക. അല്ലെങ്കിൽ തേങ്ങ തന്നെ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും ചേർക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അത് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെയും തേങ്ങയുടെ എല്ലായിടത്തും നന്നായിട്ടാവും. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പദം വന്നിട്ടുണ്ട്. ഈ മാവ് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ കുഴച്ചിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കുഴക്കരുത്. ഇങ്ങനെ അടിയിലേക്ക് ഞാൻ കാണിച്ചു തരാം. അതേപോലെ കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കൈമ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൈമ തൂത്ത് കൊടുക്കുക. ഇതേപോലെ നമ്മളിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഒരുപാട് അങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ മാവ് ഇങ്ങനെ കയ്യിലെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ അടിയിലേക്ക് നോക്കി ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ മാവ് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വരും. ഇതാ ഈ മാവ് നമുക്ക് ബന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു 5 ബന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കൈമ എങ്ങനെ പിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ കൈമ ഒന്ന് തൊട്ട് കൊടുത്തോട്ടോ. ഞാൻ കൈമ കുറച്ച് ഓയിലും തൂത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്കിങ്ങനെ ഓരോ ബന്നിനുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഇത്രയ്ക്ക് മാവ് വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഒരു 4 ബന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെറുതായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നീക്കി വയ്ക്കാം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. അപ്പോൾ കൈമ എങ്ങനെ പിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് ഓയിലും തൂത്ത് കൊടുത്തോ. സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഓയിലില്ലേ, അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കൈമൊന്ന് തൂത്ത് കൊടുത്താൽ മതി ഇടയ്ക്ക്. ഈ മാവ് എടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ നേരത്തെ ഫുള്ള് മാവ് എടുത്തിട്ട് ചെയ്തില്ല, അതേപോലെ തന്നെ ഒന്നും കൂടി നോക്കി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ ഇടുക. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളതിന് ചെയ്യണം കേട്ടോ. ഇതാ ഈ മാവ് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി പോലെ ഒന്നും വെച്ചിട്ട് പരത്തണ്ട, കാരണം ഇത് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചപ്പാത്തി പോലെ ഒന്നും വെച്ചിട്ട് നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ താഴെ വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് ഒന്ന് പരത്തിയിട്ട് എടുക്കുക. അപ്പോൾ പരത്തുന്ന സമയത്തായിരുന്നാലും നോക്കി നമ്മൾ ഓയിൽ ഒന്ന് തൊട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈമ പിടിക്കും. അതിന് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ പരന്നു വന്നുള്ളൂ. ഒരുപാട് അങ്ങനെ ഭയങ്കര കനം കുറച്ചിട്ട് എടുക്കരുത്. ഉള്ളിലേക്ക് നമുക്ക് ആ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിതിങ്ങനെ പരത്തിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത്രയ്ക്കാണ്ട് പരത്തിയാൽ മതി. ഇതാ ഇത്രയ്ക്ക് പരത്തിയാൽ മതി. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ കോക്കനട്ടിൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ, ഫില്ലിങ് വയ്ക്കാം. ഇത് നിങ്ങൾക്ക് കോക്കനട്ട് ഫില്ലിങ് വെക്കാണ്ട് നിങ്ങൾക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. പക്ഷേ ഫില്ലിങ് വെക്കുമ്പോഴായിരിക്കുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തിക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് പൊന്തിച്ച് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഞെറിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കൂട്ടി പിടിക്കുക. അതിങ്ങനെ ഓരോ സൈഡ് നോക്കി ഇങ്ങനെ ഞെറിഞ്ഞ് ഇങ്ങനെ എടുക്കുക. ഇപ്പം നമുക്കൊരു സഞ്ചി പോലെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ എൻഡ് വരുമ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ.
അപ്പോൾ അത് ഓയിൽ നമ്മളിപ്പോൾ തൂത്ത് കൊടുത്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അടിയിൽ പിടിച്ചു പോട്ടോ. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ നേരത്തേക്ക് ഓയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ ചെയ്യണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ നല്ല സൈഡ് ഇങ്ങനെ വയ്ക്കാം. ഞാൻ കൈമ കുറച്ചും കൂടി ഓയിലൊന്ന് തൂക്കട്ടെ. ഓയിൽ തൂക്കാന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും നമ്മൾ തൂക്കണില്ല കേട്ടോ. വളരെ കുറച്ച് പാത്രം കൊണ്ട് കൈമ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അതിന് തൂക്കണുള്ളൂ. ഇനി ഇത് നമുക്കൊരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് മാവ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തില്ലേ, അതേപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. കണ്ടോ, ഈ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നല്ലൊരു ബന്നിൻ്റെ ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുക. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഇത് നമ്മൾ ഇനി പരത്താൻ വേണ്ടിയിട്ട് പോകുമ്പോഴുണ്ടല്ലോ, ഇത് നല്ല വശമാണല്ലോ, ഈ വശം നമ്മൾ അടിയിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ പരത്താൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ഫോൾഡ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഈ വശമായിരിക്കും നമുക്ക് പുറത്തേക്ക് കിട്ടുക. അപ്പോൾ ഈ നമ്മൾ ഉള്ളിലേക്ക് വെച്ചേക്കണ ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലമായിരിക്കണം നമ്മൾ പരത്തുമ്പോൾ മുകളിൽ വരണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അതൊക്കെ അടിഭാഗം നോക്കി ഇതേപോലെ ആയിട്ട് ഇരിക്കുക, പക്ഷെ അത് കുഴപ്പമില്ല. അടിഭാഗം നമ്മൾ ഇങ്ങനെ മോൾ ഭാഗമല്ലേ കാണുള്ളൂ. പിന്നെ നമ്മളത് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ അത് ഒന്നും കൂടി നല്ല ഫിനിഷിങ്ങിൽ വരും കേട്ടോ അടിഭാഗം. അപ്പോൾ നോക്കിയത് നമ്മുടെ 4 ബന്നും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ നോക്കിയേ, നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് വെക്കണം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറിയൊരു ചൂട് മതി. അങ്ങനെ ചെറിയ ചൂടിലിട്ടിട്ട് ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് ആ ടെക്സ്ചർ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. അല്ലെങ്കിൽ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, പെട്ടെന്ന് പുറം ഭാഗമൊക്കെ നല്ല കളറായിട്ട് കിട്ടും. പക്ഷേ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ടെക്സ്ചറൊന്നും അത്രയ്ക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ ഇത് നമ്മൾ ഓയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കയ്യിലെടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് പോവും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുന്നത്, അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഷേപ്പാക്കിയിട്ട് ഓയിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എടുക്കുമ്പോഴായിരുന്നാലും കൈമ കുറച്ച് ഓയിലൊന്ന് തൊട്ടോട്ടോ. അപ്പോൾ നമ്മുടെ കൈമ തീരെ പിടിക്കില്ല പോകണം. അപ്പോൾ ഓയിലിൻ്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇട്ട വഴിക്ക് തന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചൂടായിട്ട് അങ്ങനെ പൊന്തി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണ്ട. എനിക്ക് ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡ് പതുക്കെ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡും തിരിച്ചിടാം. ഒരു സൈഡ് തന്നെ ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് മുരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. എന്നിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മുടെ ബണ്ണ് നമുക്ക് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കാം. തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മുടെ ഉള്ളിലൊന്നും നമുക്ക് വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കിയേ, നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് ഇങ്ങനെ വീർത്ത് നമ്മുടെ ബന്നിൻ്റെ ഷേപ്പിൽ വന്നിട്ടില്ലേ. അപ്പോൾ അത് സമയം എടുത്തിട്ട് ചെയ്യണം കേട്ടോ, തീ കൂട്ടി വയ്ക്കരുത്. ഇതാ അപ്പോൾ നോക്കിയേ, നമ്മളിതെല്ലാവരും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ബട്ടർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് ബട്ടറൊന്ന് തേച്ച് കൊടുക്കുക. ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ മുകളിൽ മാത്രം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ ബന്നെല്ലാവരും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ട് കഴിക്കാനായിരിക്കും കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 കപ്പ് വെച്ചിട്ട് ഒരു 3 ബന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് നോക്കിയാൽ ഈ ചെറിയ ബന്നുകൾ. അപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് എടുത്തിട്ട് ഇവിടെ 4 ബന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ അടിയിലിരിക്കുന്നത് വലിയ ബന്നുകൾ. പക്ഷേ ഇതേപോലെ ചെറിയ ബന്നാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതായിരിക്കും നമുക്ക് ഓയിലേക്ക് ഇടാനൊക്കെ കുറച്ചും കൂടി നല്ല എളുപ്പമുണ്ടാവുക. അപ്പോൾ നമുക്ക് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിപ്പത്തിലുള്ള ഒരു 6 ബന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓയിലിടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ പാത്രത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഓയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈമ പിടിക്കും. അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് വെക്കില്ലേ, ആ സമയത്ത് ആ വെക്കണ ആ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഓയിലൊന്ന് തൂത്തിട്ട് വെച്ചോട്ടോ. അപ്പോൾ എടുക്കാനായിരുന്നാലും കുറച്ചുകൂടി നല്ല ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇത് നോക്കിയാൽ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ബന്നിൻ്റെ പോലെ തന്നെ വരും. നമ്മൾ ഓയിലിൽ നിന്ന് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കുറച്ചിങ്ങനെ ഹാർഡായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ നോക്കിയേ, ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കിയിട്ടുണ്ടല്ലേ നല്ല പതപതായിട്ട് ശരിക്കും നമ്മുടെ ബന്നിൻ്റെ പോലെ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലൊന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, ഉള്ളിലായിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണേ. ശരിക്കും നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണ ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടും. കണ്ട ഉള്ളിലെ ടെക്സ്ചർ കണ്ടില്ലേ.
അപ്പോൾ തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മുകളിലെ കളർ അങ്ങോട്ട് മാറും, ഉള്ളിലേക്ക് നമുക്ക് ശരിക്കും അങ്ങോട്ട് വെന്ത് കിട്ടില്ല. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന നമ്മുടെ ബന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. കഴിച്ചോട്ടെ. ഒന്നും പറയാനില്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഓയിൽ വറുത്തിട്ട് എടുക്കുമ്പോൾ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. എത്ര സമയം എടുത്തിട്ട് നമ്മൾ ഓയിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കണോ, മുരിച്ചിട്ട് എടുക്കണോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ബന്നിന്.